ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് KSR ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സർവീസ് റൂൾസ് ആണ്. കേരള സർവീസ് റൂൾസ് നമുക്കറിയാം, രണ്ട് ടെക്സ്റ്റ് ഉണ്ട് കേരള സർവീസ് റൂൾ അല്ലേ, പാർട്ട് 1ഉം പാർട്ട് 2ഉം. കേരള സർവീസ് റൂൾസിലെ പാർട്ട് ഫസ്റ്റിലെ ചാപ്റ്റർ 9ലെ ലീവ് റൂൾസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലീവ് റൂൾസ് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. കേരള സർവീസ് റൂൾസ് രണ്ട് പാർട്ടായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരള സർവീസ് റൂൾസ് രണ്ട് പാർട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അതിലെ പാർട്ട് 1ലെ ചാപ്റ്റർ 9ലെ ലീവ് റൂൾസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. കേരള സർവീസ് റൂൾസിലെ പാർട്ട് ഫസ്റ്റിലെ ചാപ്റ്റർ 9 ലീവ് റൂൾസ്. ഈ ലീവ് റൂൾസിലുള്ള റൂളുകൾ നമ്മൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കണമെങ്കിൽ അതിന്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ KSRലെ ലീവ് റൂൾസിലുള്ള റൂളുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ചു കാര്യം അതിന്റെ മുന്നോടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില് ക്ലാസിഫിക്കേഷൻ ഓഫ് ലീവ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലീവ്. ലീവ് രണ്ട് തരമുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലീവ്. ലീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഏതൊക്കെയാണ്? ഒന്ന് ഓർഡിനറി ലീവ്സ്, രണ്ടാമത്തത് സ്പെഷ്യൽ ലീവ്സ്. നമ്മൾ റൂൾ ബൈ റൂൾ അല്ല ഇന്ന് പറയുന്നത്. ഇന്ന് ഈ റൂൾ ബൈ റൂള് മനസ്സിലാക്കുന്നതിന് വേണ്ടി KSRലെ ലീവ് റൂൾസുമായി ബന്ധപ്പെട്ട് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതില് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലീവ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലീവ്സ്. ലീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. രണ്ട് തരം ലീവുകളാണ് ഗവൺമെന്റ് ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഒന്ന് ഓർഡിനറി ലീവ്സ്, രണ്ടാമത്തത് സ്പെഷ്യൽ ലീവ്സ്. ഓർഡിനറി ലീവ്സ് ആൻഡ് സ്പെഷ്യൽ ലീവ്സ്. എന്താണ് ഓർഡിനറി ലീവ്സ്? എന്താണ് ഓർഡിനറി ലീവ്സ്? ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജീവനക്കാർക്കും ഒരുപോലെ അനുവദിക്കുന്നത്. അതാണ് ഓർഡിനറി ലീവ്സ് എന്ന് പറയുന്നത്. എങ്ങനെ? ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാ ജീവനക്കാർക്കും ഒരുപോലെ അനുവദിക്കുന്നതാണ് ഓർഡിനറി ലീവ്സ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അയ്യോ, കാഷ്വൽ ലീവ് ഇതിന്റെ ഒന്നും പരിധിയിൽ വരുന്നതല്ല. ഓർഡിനറി ലീവ്സിൽ ഉൾപ്പെടുന്ന ഒരെണ്ണമല്ല കാഷ്വൽ ലീവ്. അപ്പോ ജീവനക്കാർക്ക് ഏതൊക്കെ ലീവ് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇനി മുതൽ പറയരുത് കാഷ്വൽ ലീവ് എന്ന്. കാഷ്വൽ ലീവിനെ ലീവായി പരിഗണിച്ചിട്ടില്ല. കാഷ്വൽ ലീവ് ഡസ് നോട്ട് കൗണ്ട് ആസ് എ ലീവ്. കാഷ്വൽ ലീവ് ലീവിന്റെ ഡെഫിനിഷനിൽ വരുന്നതല്ല എന്ത്? കാഷ്വൽ ലീവ്. അതുകൊണ്ട് ജീവനക്കാർക്ക് എന്തൊക്കെ ലീവ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ കാഷ്വൽ ലീവ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ശരി. അങ്ങനെയാണ് പറയൂ. ഒരു ഓർഡിനറി ലീവ്സിന് ഉദാഹരണം പറയും. കമ്മ്യൂട്ടർ ലീവ് ഓർഡിനറി ലീവ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹാഫ് പേ ലീവ്, ഏൺ ലീവ്, ഇതെല്ലാം ഓർഡിനറി ലീവ്സ് ആണ്. എന്താ ഓർഡിനറി ലീവ്സ് എന്ന് പറഞ്ഞാൽ? യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാതരം ജീവനക്കാർക്കും അനുവദിക്കുന്നതാണ് ഓർഡിനറി ലീവ്സ്.
വാട്ട് അബൌട്ട് സ്പെഷ്യൽ ലീവ്സ്? എന്താ സ്പെഷ്യൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ ലീവ്സ് ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക തരം ജീവനക്കാർക്ക് അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ലീവ്സ്. എങ്ങനെ? ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക തരം ജീവനക്കാർക്ക് അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ലീവ്സ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ്. എന്താ? ചില പ്രത്യേക തരം ജീവനക്കാർക്ക്, സ്ത്രീകൾക്ക് എപ്പോ? ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഡെലിവറി ആവശ്യമായി വരുമ്പോൾ അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ലീവ്സ്, മെറ്റേണിറ്റി ലീവ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക തരം ജീവനക്കാർക്ക് അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ലീവ്സ്. അതേപോലെ പെറ്റേണിറ്റി ലീവ് ചില പ്രത്യേക സാഹചര്യത്തിൽ ആർക്ക്? പെറ്റേണിറ്റി ലീവ് ആർക്കാണ്? എല്ലാ മെയിലിനും ഇല്ല. വൈഫ് പ്രഗ്നന്റ് ആയിരിക്കും. യെസ്, വൈഫ് ഡെലിവറിക്ക് ആയ ഗവൺമെന്റ് ജീവനക്കാരന്, ഒരു മെയിൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് അനുവദിക്കുന്നതാണ് ഏത്? പെറ്റേണിറ്റി ലീവ്. അപ്പം സ്പെഷ്യൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനക്കാർക്കും ഒരേപോലെ കിട്ടുന്നതല്ല. പിന്നെ എന്താണ്? ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക തരം ജീവനക്കാർക്ക് അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ലീവ്സ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഓർഡിനറി ലീവ്സ് എന്താണെന്ന്, സ്പെഷ്യൽ ലീവ്സ് എന്താണെന്ന്. അത്രയും ഓക്കെ അല്ലേ? ഓക്കെ സർ. നോ ഡൗട്ട്. ഓക്കെ സർ. ശരി. ഇനി ഏതൊക്കെയാണ് ഓർഡിനറി ലീവ്സ്? ഏതൊക്കെയാണ് ഓർഡിനറി ലീവ്സ്? ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടൽ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, ലീവ് വിത്തൗട്ട് അലവൻസ്. ഇവയൊക്കെയാണ് ഓർഡിനറി ലീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഓർഡിനറി ലീവ്സ്? 5 ഓർഡിനറി ലീവ്സ് ഉള്ളത്. ഒന്ന് ഏൺ ലീവ്, രണ്ടാമത്തെ ഹാഫ് പേ ലീവ്, മൂന്നാമത്തെ കമ്മ്യൂട്ടൽ ലീവ്, നാലാമത്തെ ലീവ് നോട്ട് ഡ്യൂ, അഞ്ചാമത്തെ ലീവ് വിത്തൗട്ട് അലവൻസ്. ഓർഡിനറി ലീവ്സ്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടൽ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, ലീവ് വിത്തൗട്ട് അലവൻസ്. പഠിച്ചു വെക്കണം. ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയണം. ഓർഡിനറി ലീവ്സ്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടൽ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, ലീവ് വിത്തൗട്ട് അലവൻസ്. 5 തരം ഓർഡിനറി ലീവ്സ് ആണുള്ളത്. ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരേ അളവിൽ എല്ലാവർക്കും കിട്ടും. ഓക്കെ. ഇനി അടുത്തത് സ്പെഷ്യൽ ലീവ്സ്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ലീവ്സ്? ഒന്ന് സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, പെറ്റേണിറ്റി ലീവ്. 5 തരം സ്പെഷ്യൽ ലീവ്സ്. സ്പെഷ്യൽ ലീവ്സിൽ സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, പെറ്റേണിറ്റി ലീവ്. 5 തരം സ്പെഷ്യൽ ലീവ്സ് ഉള്ളത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല, പെറ്റേണിറ്റി ലീവിനെ കുറിച്ച് സംശയം ഉണ്ടാവില്ല, ചൈൽഡ് അഡോപ്ഷൻ ലീവിനെ കുറിച്ചും സംശയം ഉണ്ടാവില്ല. പക്ഷെ 2 സംശയം വരും. എന്താണ് സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്? അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ റൂൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കും. എന്നാലും ഒരു കൗതുകത്തിന് സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു സംശയം വന്നേക്കാം. എന്താ സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ? ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ ഉയർന്ന തരം ഓഫീസേഴ്സിന്, ജോലിക്കിടയിൽ അപകടം സംഭവിക്കുന്ന ഉയർന്ന തരം ഓഫീസേഴ്സിന് ആ അപകടത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിക്കുന്നതാണ് സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ് എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പിള്ളേര് ഡെസ്ക് മറച്ച്
ഡെസ്ക് തള്ളി ടീച്ചറുടെ കാലിന്റെ മുകളിൽ വീണു. കാല് ഫ്രാക്ചറായി, ഓപ്പറേഷൻ ചെയ്തു, കമ്പി ഇട്ടു, 4 മാസം കിടക്കണം എന്ന് പറഞ്ഞു. ജോലിക്കിടയിൽ സംഭവിച്ചതാണ് അല്ലേ? ജോലിക്കിടയിൽ സംഭവിച്ചല്ലേ? അതെ അതെ. യെസ്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടും. നിങ്ങളുടെ ക്രെഡിറ്റുള്ള ഹാഫ് പേ ലീവോ കമ്പ്യൂട്ടർ ലീവോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ LWA എടുത്തിട്ട് ലീവ് തീർക്കേണ്ടതില്ല. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടും. സാർ ഇത് എയ്ഡഡ് സ്കൂളിനും കിട്ടുമോ? എല്ലാവർക്കും കിട്ടും. സാർ ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് സംഭവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് നമുക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നതല്ല. കഴിഞ്ഞ വർഷം ഒരു ടീച്ചർ ഉച്ചയ്ക്ക് നൂൺ ഇന്റർവെൽ കഴിഞ്ഞു 1:50 ബെല്ലടിച്ചു. ടീച്ചർ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ടൈലിട്ട് മനോഹരാക്കിയ ബിൽഡിംഗ് ആണ്. പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റെപ്പിന്റെ മുകളിൽ വെള്ളം തൂവിയിരുന്നു. സ്ലിപ്പായി വീണ് നട്ടെല്ലിന് പരിക്ക് പറ്റി. ഏതാണ്ട് 4 മാസം അവര് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ജോലിക്കിടയിൽ സംഭവിച്ചാണ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കും. മറ്റൊരു ടീച്ചർക്ക് സ്പോർട്സിന്, ഒരു ഹൈസ്കൂൾ ടീച്ചർക്ക് തന്നെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എറിയുന്നൊരു സാധനമില്ലേ, എന്തായാലും പറയാം, ഡിസ്കസ് ത്രോ അല്ലേ? ഒരു വട്ടത്തിലുള്ള 2 കൈ പിടിച്ചിട്ട് ചുഴറ്റി എറിയുന്നൊരു സാധനം, ഡിസ്കസ് ത്രോ. നേരെ ടീച്ചറുടെ തലയിലാണ് കൊണ്ടത്. തല അവിടുന്ന് തന്നെ തുറന്നു പോയി. ദീർഘകാലം ഏതാണ്ട് 6 മാസത്തോളം അവർക്ക് ലീവ് എടുക്കേണ്ടി വന്നു. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിച്ചു. മഞ്ചേരിയിലുള്ള ടീച്ചർ. ഇനി ഹോസ്പിറ്റൽ ലീവ്. അതെന്തായിരിക്കും ഹോസ്പിറ്റൽ ലീവ് എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റൽ ലീവ് പനി പിടിച്ചാല് അനുവദിക്കുന്നൊന്നുമല്ല. ഹോസ്പിറ്റൽ ലീവ് ഉയർന്ന തരം ജീവനക്കാർക്ക് ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കുമ്പോൾ, താഴ്ന്ന തരം ജീവനക്കാർക്ക് ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ അനുവദിക്കുന്നതാണ് ഹോസ്പിറ്റൽ ലീവ്. എങ്ങനെ? താഴ്ന്ന തരം ജീവനക്കാർക്ക്, നമ്മുടെ സ്കൂളിലെ മീനിയൽ, പ്യൂൺ, അങ്ങനെ റൂളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കുറെ താഴ്ന്ന തരം ജീവനക്കാരുണ്ട്. അവർ മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. എന്താണ്? 4th ഗ്രേഡ് ഓഫീസേഴ്സ്. അതല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള പോലീസ് കോൺസ്റ്റബിളും അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ അനുവദിക്കുന്നതാണ് ഹോസ്പിറ്റൽ ലീവ്. അങ്ങനെ 5 തരം സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്, 5 തരം സ്പെഷ്യൽ ലീവ്സ് ഉണ്ട്. 5 തരം സ്പെഷ്യൽ ലീവ്സ്. ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ലീവിനെ കുറിച്ച് പറഞ്ഞോ? ഉണ്ടോ? നമുക്ക് 5 ഓർഡിനറി ലീവ്സ് ഉണ്ട്. അതിൽ എവിടെയെങ്കിലും മെഡിക്കൽ ലീവിനെ കുറിച്ച് പറഞ്ഞോ? പിന്നെ നമുക്ക് 5 സ്പെഷ്യൽ ലീവ്സ് ഉണ്ട്. അതിൽ എവിടെയെങ്കിലും മെഡിക്കൽ ലീവിനെ കുറിച്ച് പറഞ്ഞോ? അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞ ലീവില്ല. ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് നമ്മളോടൊക്കെ ചോദിക്കും, നിങ്ങൾക്കെന്താ, നിങ്ങളുടെ സാധാരണ ലീവൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ ലീവ് എടുത്തൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ലീവ് ഉണ്ടോ? ചില അധ്യാപകരും അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, മെഡിക്കൽ എല്ലാ ലീവും കഴിഞ്ഞ് ഇനി മെഡിക്കൽ ലീവ് എടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടോ? മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞൊരു ലീവില്ല. പക്ഷെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ലീവ് എടുക്കുന്നതുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് വേറെ പറയാം. അപ്പം 5 തരം ഓർഡിനറി ലീവ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഏർലി ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടർ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, ലീവ് വിത്തൗട്ട് അലവൻസ്. നോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? നോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലേ? നോട്ട് ചെയ്തു സാർ, നോട്ട് ചെയ്തു.
അടുത്തത് സ്പെഷ്യൽ ലീവ്സ് ആണ്. 5 തരം സ്പെഷ്യൽ ലീവ്: സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, പെറ്റേണിറ്റി ലീവ്. 5 തരം സ്പെഷ്യൽ ലീവ്സ്. നോട്ട് ചെയ്തോ? ചെയ്തു സർ. അപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ലീവ് 2 തരം. ഒന്ന് ഓർഡിനറി ലീവ്സ്, രണ്ടാമത്തെ സ്പെഷ്യൽ ലീവ്സ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റോട് ചോദിക്കാം. ചൈൽഡ് അഡോപ്ഷൻ ലീവ് എന്ന് പറഞ്ഞാൽ ഒരു ലേഡി അവർക്ക് ജീവിച്ചിരിക്കുന്ന 2 കുട്ടികൾ കുറവ്, ജീവിച്ചിരിക്കുന്ന 2 കുറവ് കുട്ടികളേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന 2 കുറവ് കുട്ടികൾ, അതല്ലേ കുട്ടികളേ ഇല്ല, അവർക്ക് അഡോപ്റ്റ് ചെയ്യാം. 1 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കും. 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ചൈൽഡ് അഡോപ്ഷൻ ലീവ് കിട്ടില്ല. 2-ൽ താഴെ കുട്ടികളുള്ള ഒരു അഡോപ്റ്റീവ് മദറിനെ ഉള്ളൂ കേട്ടോ, അഡോപ്റ്റീവ് മദർ. അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഒരു ലേഡി അവരൊരു കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞാൽ, 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞാൽ അനുവദിക്കുന്നതാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ്. സർ, അത് എത്ര ദിവസമാണ് ലീവ്? 180 days. 180 days ലീവ് വേണോ? സർ, ഈ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവും ഹോസ്പിറ്റൽ ലീവും വിത്ത് അലവൻസ് ആണല്ലോ അല്ലെ? വിത്ത് അലവൻസ് ആണ്. വിത്ത് അലവൻസ്. അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയും. ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞോളൂ. സ്കൂളിൽ നിന്ന് മൂവ്മെന്റ് രജിസ്റ്റർ എഴുതിയിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ആ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി, അങ്ങനെ ഉച്ചക്കഞ്ഞിയുടെ അരി എടുക്കാൻ വേണ്ടി ടീച്ചർ ചുമതലപ്പെടുത്തി. അങ്ങനെ ഉച്ചക്കഞ്ഞിയുടെ അരി എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ സ്കൂട്ടർ മറിഞ്ഞു, കാല് പൊട്ടി, ഹോസ്പിറ്റലിലായി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ് അനുവദിക്കും, ഡ്യൂട്ടിക്കിടയിലാണ്. അങ്ങനെയല്ല, നമുക്കിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, ടീച്ചറിന് പനിയോ അങ്ങനെ സ്കൂളിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ മൂവ്മെന്റ് രജിസ്റ്ററിൽ പോയി രേഖപ്പെടുത്തി പോകാൻ പറ്റില്ല. അതാ നിയമം പഠിച്ചാലുള്ള കുഴപ്പം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ലീവ് എടുത്തിട്ട് പോവുക, കാഷ്വൽ ലീവ് എടുത്തിട്ട് പോവുക എന്നല്ലാതെ പെർമിഷൻ വാങ്ങി പോവുക എന്നുള്ളത് നിയമപ്രകാരം അനുവദനീയമല്ല. നോ പെർമിഷൻ. ഈ ഡിസബിലിറ്റി ലീവ്, സ്ഥിരമായ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലീവ് ഇല്ലേ നിലവിൽ? അത് വേറെ, അത് ഇതിലൊന്നും വരുന്നതല്ല. അവർക്ക് വർഷത്തിൽ 15 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കും. അത് ഇതിന്റെ പരിധിയിൽ വരുന്നതേ അല്ല. ഇനി മറ്റെന്തെങ്കിലും സംശയം? സർ, നമ്മൾ ഈ ഔട്ട് ഓഫ് ഡ്യൂട്ടി OD ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് റിലീവ് ചെയ്ത ഒരാൾക്ക് അവിടുന്ന് സംഭവിച്ചാലും ഇതിൽ വരൂലേ? തീർച്ചയായിട്ടും വരും. ജോലിക്കിടയിലാണല്ലോ. സാറേ, ഓർഡിനറി ലീവിന്റെ സ്ലൈഡ് ഒന്ന് ഇടുവോ? യെസ്. കാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ വലുതായിട്ട്. അവസാനത്തെ 2 എണ്ണം അറിയോ? ലീവ് നോട്ട് ഡ്യൂ അല്ലേ? ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആരും കേൾക്കാതെ പോയത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ലീവ് ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്കും ആ ലീവ് എടുക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഓഫീസർക്ക് മാത്രം അനുവദിക്കുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ. പെർമനന്റ് ഓഫീസർക്ക് മാത്രം അനുവദിക്കുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ. നമ്മൾ ആരെയും നമ്മുടെ തസ്തികയിൽ കൺഫേം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും പെർമനന്റ് ഓഫീസേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലീവ് നോട്ട് ഡ്യൂ കിട്ടില്ല. പിന്നെ എന്താണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രെഡിറ്റില് ശമ്പളത്തോടൊപ്പമുള്ള ഒരു ലീവും ഇല്ല എങ്കിൽ
ഭാവിയിൽ ആർജിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹാഫ് പേ ലീവ് അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ. കിട്ടിയിട്ടുണ്ടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം എന്താ, സാർ അത് ഒന്നുകൂടെ പറഞ്ഞു തരാവോ? ഒന്നുകൂടെ പറഞ്ഞു തരാവോ അത്? ലീവ് നോട്ട് ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞ ലീവ് നമുക്ക് ആർക്കും കിട്ടില്ല, ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്കും കിട്ടില്ല. ആദ്യം അത് മനസ്സിലാക്കണം. ഇല്ല, കാരണം നാളെ സ്കൂളിൽ പോയിട്ട് അല്ലെ ഓഫീസിൽ പോയിട്ട് എനിക്ക് ലീവ് നോട്ട് ഡ്യൂ ഉണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്, പറയാൻ പാടില്ല. ലീവ് നോട്ട് ഡ്യൂ അടിവരായിട്ട് പറയുന്നു, ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്കും ലീവ് നോട്ട് ഡ്യൂ കിട്ടില്ല. പിന്നെ എന്താണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് ചോദിച്ചാൽ, ഒരാളുടെ ക്രെഡിറ്റിൽ ശമ്പളത്തോടൊപ്പമുള്ള ഒരു ലീവും ഇല്ല. ശമ്പളത്തോടൊപ്പമുള്ള ലീവ് എന്ന് പറഞ്ഞാൽ ലേൺ ലീവ് ക്രെഡിറ്റിൽ ഇല്ല, തീർന്നുപോയി. ഹാഫ് പേ ലീവ് ക്രെഡിറ്റിൽ ഇല്ല, തീർന്നുപോയി. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കണം, LW എടുക്കണം. ഞാനൊരു പെർമനന്റ് ഓഫീസർ ആണെങ്കിൽ എനിക്ക് LW എടുക്കണ്ട, പകരം ഭാവിയിൽ ആർജിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹാഫ് പേ ലീവ് എനിക്ക് മുൻകൂട്ടി എടുക്കാം. അതാണ് ലീവ് നോട്ട് ഡ്യൂ. സ്പീഡായി പോകുന്നുണ്ടോ പറയുന്നത്? ഇല്ല. ഈ ഏൺ ലീവ് അധ്യാപകരെ ബാധിക്കുന്ന സംഗതി അല്ലല്ലോ. ഏൺ ലീവ് എന്ന് പറയുന്നത് അധ്യാപകരെ ബാധിക്കുന്ന ഒരു ലീവ് അല്ലല്ലോ. അധ്യാപകരെ ബാധിക്കും. നമ്മള് നമ്മളെ ബാധിക്കുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഹെഡ്മാഷായി ചുമതല ഏൽക്കുന്നു, നമ്മൾ നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറുമ്പോൾ വെക്കേഷൻ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഏൺ ലീവ് കിട്ടും. അതേപോലെ നമ്മള് വെക്കേഷൻ കാലത്ത് കോഴ്സിന് പോകുന്നു, SSLCയുടെ വാല്യുവേഷന് പോകുന്നു, ആ സമയത്ത് നമുക്ക് എന്തിന് അർഹത ഉണ്ട്? ഏൺ ലീവിന് അർഹത ഉണ്ട്. അപ്പം ഏൺ ലീവ് എന്ന് വേണമെങ്കിൽ കേസ് ചെയ്യാം. ഏൺ ലീവ് വേണമെങ്കിൽ, കേട്ടില്ല ഞാൻ പറഞ്ഞു, കേട്ടില്ല സാർ പറഞ്ഞു. ഏൺ ലീവ് വേണമെങ്കിൽ കേസാക്കാം. യെസ്, വിറ്റ് കാശാക്കാൻ പറ്റുന്ന ഒരു ലീവാണ് ഏൺ ലീവ്. ഗവൺമെന്റിലേക്ക് കൊടുത്ത് പകരം ക്യാഷ് വാങ്ങിക്കാവുന്ന ലീവാണ് ഏൺ ലീവ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ ആരും പെർമനന്റ് ഓഫീസേഴ്സ് അല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല, അതൊന്ന് ക്ലിയർ ആക്കാവൂ. എന്ന് പറഞ്ഞാൽ, ഒരാളൊരു പെർമനന്റ് ഓഫീസർ ആവണമെങ്കിൽ അയാളെ ആ തസ്തികയിൽ കൺഫേം ചെയ്യണം. ഇപ്പം ഗവൺമെന്റ് ആരെയും ആ തസ്തികയിൽ കൺഫേം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഒഫീഷ്യേറ്റിംഗ് ഓഫീസറാണ്. ചിലപ്പോൾ നമ്മുടെ സർവീസ് ബുക്കിൽ ഹെഡ്മാസ്റ്റർ തെറ്റി എഴുതുന്നുണ്ടാവും, എന്ത് പെർമനന്റ് എന്നൊക്കെ എഴുതുന്നുണ്ടാവും. സർവീസ് ബുക്കിൽ ഒരു കോളം ഉണ്ട്, എന്ത് വെദർ സബ്സ്റ്റാൻറ്റീവ് ഒഫീഷ്യേറ്റിംഗ് എന്നൊരു ചോദ്യമുണ്ട്. 3 വർഷം സർവീസായി, അതുകൊണ്ട് പ്രധാന അധ്യാപകർ 3 വർഷം സർവീസായി എങ്കിൽ അയാൾ സബ്സ്റ്റാൻറ്റീവ് ഓഫീസറാണ് എന്ന് കരുതി സബ്സ്റ്റാൻറ്റീവ് എന്നോ പെർമനന്റ് എന്നൊക്കെ സാധാരണ എഴുതാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ തസ്തികയിൽ എപ്പോഴാണ് കൺഫേം ചെയ്യപ്പെടുന്നത് അന്ന് മുതലേ നമ്മൾ പെർമനന്റ് ഓഫീസർ ആവും. ആരെയും ഇപ്പം പെർമനന്റ് ഓഫീസറായി കൺഫേം ചെയ്യാൻ ഗവൺമെന്റ് ആരെയും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആരും പെർമനന്റ് ഓഫീസർ അല്ല, നമ്മളെല്ലാവരും ഒഫീഷ്യേറ്റിംഗ് ഓഫീസേഴ്സ് ആണ്. മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഒഫീഷ്യേറ്റിംഗ് ഓഫീസേഴ്സ്. അപ്പൊ ആർക്കാണ് ഈ ലീവ് നോട്ട് ഡ്യൂ കിട്ടുന്നത്? പെർമനന്റ് ആയി കൺഫേം, പണ്ട് കാലത്ത് പെർമനന്റ് ആയി കൺഫേം ചെയ്യാറുണ്ടായിരുന്നു, പെർമനന്റ് ആക്കാറുണ്ടായിരുന്നു ഓഫീസേഴ്സിനെ. അപ്പൊ ഇവർക്കൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മളൊക്കെ ഏത് വിഭാഗം എന്നാ പറഞ്ഞത്? ഒഫീഷ്യേറ്റിംഗ്. നമ്മളെല്ലാവരും ഒഫീഷ്യേറ്റിംഗ് ഓഫീസേഴ്സ് ആണ്. നമ്മൾ ഈ സ്റ്റേറ്റ് സബോർഡിനേറ്റ് എന്നൊരു കാറ്റഗറിയിലല്ലേ വരുന്നത്? എങ്ങനെ? സ്റ്റേറ്റ് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലേ നമ്മുടെ? അതെ, അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരെയും ആ തസ്തികയിൽ കൺഫേം ചെയ്യപ്പെടുന്നത് വരെ
എന്താണ് ഒഫീഷ്യേറ്റിംഗ് ആയിട്ടാണ് പൊതുവായി അറിയപ്പെടുന്നത്. ഇനി അടുത്ത് പറയാം. നമ്മളിപ്പോ 5 ഓർഡിനറി ലീവ്സ് പറഞ്ഞു, 5 സ്പെഷ്യൽ ലീവ്സ് പറഞ്ഞു, അല്ലേ? ഒക്കെ മനസ്സിലൂടെ ഒന്ന് പോണം. 5 ഓർഡിനറി ലീവ്സ് പറഞ്ഞു, 5 സ്പെഷ്യൽ ലീവ്സ് പറഞ്ഞു. ഈ ലീവുകൾ ആരാണ് നമുക്ക് സാങ്ഷൻ ചെയ്തു തരേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ് ആരെല്ലാം? 3 ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ് ആണുള്ളത്. ഒന്ന് ഗവൺമെന്റ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തത് ഹെഡ് ഓഫ് ദ ഓഫീസ്, അല്ലെ ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ ഓഫീസ്. എല്ലാ ഹെഡ് ഓഫ് ദ ഓഫീസും ലീവ് സാങ്ഷനിങ് അതോറിറ്റി അല്ല. എന്നാൽ ഭൂരിഭാഗം ഹെഡ് ഓഫ് ദ ഓഫീസും ലീവ് സാങ്ഷനിങ് അതോറിറ്റി ആണ് താനും. അപ്പം ലീവ് സാങ്ഷൻ ചെയ്ത് നൽകേണ്ടുന്ന അതോറിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഗവൺമെന്റ് ആണ്, രണ്ടാമത്തത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, മൂന്നാമത്തത് ഹെഡ് ഓഫ് ദ ഓഫീസ് അല്ലെങ്കിൽ ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ്. ലീവ് സാങ്ഷനിങ് അതോറിറ്റിയിൽ ഒന്നാമത്തത് ആര്? ഗവൺമെന്റ് അനുവദിക്കുന്ന ലീവുകൾ ഏതെല്ലാം? ഗവൺമെന്റിൽ അപേക്ഷ കൊടുത്ത് ഗവൺമെന്റ് സാങ്ഷൻ ചെയ്താൽ മാത്രം എടുക്കാവുന്ന ലീവുകൾ ഒന്ന് LWA, ലീവ് വിത്തൗട്ട് അലവൻസ് എക്സീഡിങ് 180 ഡേയ്സ്. ഒരാൾക്ക് 181 എക്സീഡിങ് 180 ഡേയ്സ്, 180 വേണ്ട, ഗവൺമെന്റ് പോകണ്ട, 180 ലീവ്, 180 ദിവസം LW എടുക്കാൻ വേണ്ടി ഗവൺമെന്റിൽ പോകേണ്ടതില്ല. 181 ദിവസം മുതൽ അങ്ങോട്ട് LWA, ലീവ് വിത്തൗട്ട് അലവൻസ് വേണോ? അപേക്ഷ ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിലേക്ക് സമർപ്പിക്കണം. 180 ദിവസത്തിൽ കൂടുതൽ LWA വേണോ? ഗവൺമെന്റിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് ഉണ്ടല്ലോ, ജോലിക്കിടയിൽ അപകടം സംഭവിച്ചു, അത് എത്ര ദിവസത്തേക്കായാലും ശരി സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് അനുവദിച്ചു തരുന്നത് ഗവൺമെന്റ് ആണ്. അതേപോലെ അപ്പൻഡിക്സ് 12B, LWA അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWA അനുവദിക്കേണ്ടതും ഗവൺമെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, എന്താണ് അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWA? എന്താണ് അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWA? രണ്ടു വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ള ഒരു ജീവനക്കാരന് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി പഠനാവശ്യാർത്ഥം ലീവ് എടുക്കണോ? അദ്ദേഹം അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LW എടുക്കണം. അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള ലീവ് എന്ന് പറയുന്നത് പഠനാവശ്യാർത്ഥമുള്ള ലീവാണ്. അപ്പൻഡിക്സ് 12B എന്ന് പറയുന്നത് പഠനാവശ്യാർത്ഥമുള്ള ലീവാണ്. ആർക്ക്? 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ള ആളുകൾക്ക്. 2 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള ആരും അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWAക്ക് അപേക്ഷിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പൻഡിക്സ് 12B എന്ന് പറയുന്നത് 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ നേടാനുള്ളതാണ് LWA അപ്പൻഡിക്സ് 12B. അപ്പം ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവ് LWA എക്സീഡിങ് 180 ഡേയ്സ്. ആരൊരാൾ അൺമ്യൂട്ടായി നിൽക്കുന്നു? റെഡി? സ്പെഷ്യൽ ഡിസേബിലിറ്റി ലീവ് LWA അപ്പൻഡിക്സ് 12B. ഈ 3 ലീവും അനുവദിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടീച്ചറുടേതാണെങ്കിൽ
ഒരു ടീച്ചർക്കാണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലീവ് വേണമെങ്കിൽ അവർ എവിടെ അപേക്ഷ കൊടുക്കേണ്ടത്? ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടേറിയറ്റ് അനക്സിലെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടറിക്കാണ് ലീവിന് അപേക്ഷ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ അത്? യെസ്. ഇനി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവ്. ആരാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റോ? ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അയാള് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണോ? ആണോ? അത് ഇത് പലപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നമ്മള് ഈ പറഞ്ഞ ഏതാണ്ട് എല്ലാ പുസ്തകത്തിലും പഠിക്കേണ്ട ഒരു സാധനമാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതുകൊണ്ട് അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പവിദ്യ പറയാം. തിരുവനന്തപുരത്തെ ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ കാണൂ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ കാണെങ്കിൽ എവിടെ പോണം? തിരുവനന്തപുരത്ത് പോണം. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരാണ്? DGE, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിന് മുമ്പേ ഭൂരിഭാഗത്തിന്റെ പേരിന്റെ മുമ്പേയും ഡയറക്ടർ എന്ന് കാണും. എന്നാ PWDയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ചീഫ് എഞ്ചിനീയർ എന്നാണ്. എല്ലാറ്റിന്റെയും ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ. അതല്ലാത്ത അങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഒഴികെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തുടങ്ങുന്നത് ഡയറക്ടർ ഓഫ് എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ. അപ്പൊ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവ് LWA exceeding 120 days, 120 കൂടുതൽ, 120 വേണ്ട, 121 മുതൽ 180 വരെ LWA വേണോ? 121 മുതൽ 180 ദിവസം വരെ LWA വേണോ? ആർക്ക് അപേക്ഷ കൊടുക്കണം? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ കൊടുക്കണം. അപേക്ഷ തിരുവനന്തപുരത്തേക്ക് പോകണം, സെക്രട്ടേറിയറ്റിലേക്ക് പോകണ്ട. എവിടെ പോയാൽ മതി? ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ ഓഫീസിലേക്ക് പോയാൽ മതി. ഇനി അടുത്തത് LWA അപ്പൻഡിക്സ് 12B, സോറി 12A, അപ്പൻഡിക്സ് 12A. അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള LWA വേണോ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ കൊടുക്കണം. അതെന്താ സംഭവം? അപ്പൻഡിക്സ് 12A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കകത്തോ പുറത്തോ മറ്റ് ജോലി സ്വീകരിക്കാൻ പോകണമോ അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള LWA എടുത്ത് പോകണം. ഒരു ടീച്ചർക്ക് ഇന്ത്യൻ സ്കൂളിൽ ജോലി കിട്ടി, ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ഇന്ത്യൻ സ്കൂൾ ജോലി കിട്ടി. ഇവിടുത്തെ 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് പോകണം. ആർക്കാ ലീവ് അപേക്ഷ കൊടുക്കേണ്ടത്? ഗവൺമെന്റിലേക്കോ? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് 5 വർഷം വേണ്ടേ? അപേക്ഷ കൊടുക്കേണ്ടത് 180 ഡേയ്സിൽ കൂടുതലല്ലേ അത്? 180 ഡേയ്സിൽ കൂടുതലല്ലേ? അല്ല, അതല്ല. ഇത് 120 മുതൽ 180 ദിവസം വരെയുള്ള LWA എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആവശ്യത്തിന് എടുക്കാവുന്നത്. അച്ഛന് സുഖമില്ല, ആരും നോക്കാനില്ല, പ്രായമുള്ള ഒരാളെ ശുശ്രൂഷിക്കണ്ടേ. അപ്പോ ലീവ് എടുക്കാതെ മറ്റ് രക്ഷയൊന്നുമില്ല. ഒരു 6 മാസം ലീവ് എടുക്കണം. ക്രെഡിറ്റിൽ ഹാഫ് ഡേ ലീവും പിന്നെ കമ്പ്യൂട്ടർ ലീവ് ഒന്നുമില്ല.
അപ്പൊ നമുക്ക് LWA exceeding 120 days 120 മുതൽ 180 ദിവസം വരെ എടുക്കാം. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അനുവദിക്കേണ്ടത്. 181 മുതൽ വേണോ? 181 മുതൽ വേണോ? എവിടെ അപേക്ഷ കൊടുക്കണം? ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കണം. ഇത് മറ്റൊരു പേർപ്പസ് ആണ്. അപ്പൻഡിക്സ് 12A എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ LWA 120 days to 180 days ആ സംഗതിയേ അല്ല. ഇതെന്താ പർപ്പസ്? ഇതിന്റെ പർപ്പസ് എന്താ? പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നത്, ഇന്ത്യക്കകത്തായിരുന്നാലും പുറത്തായിരുന്നാലും. ലീവ് എടുത്ത് ഇന്ത്യക്കകത്തായാലും ശരി പുറത്തായാലും ശരി ലീവ് എടുത്തിട്ട് മറ്റ് ജോലി സ്വീകരിക്കണം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഗവൺമെന്റ് സർവീസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലി ചെയ്യണം. അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള ലീവിന് അപേക്ഷിക്കണം. അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അനുവദിക്കേണ്ടത്. അതേപോലെ അപ്പൻഡിക്സ് 12C. സർ, ഈ 12A എത്ര വർഷത്തേക്ക് അത് ലീവ് അനുവദിക്കുന്നത്? 5 വർഷം, മാക്സിമം 5 വർഷം. നേരത്തെ 20 വർഷം വരെ ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് 5 വർഷത്തേക്കാക്കി ചുരുക്കി. സർ, ഈ LWA എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പൈസയും കിട്ടിയല്ലോ അല്ലെ? അങ്ങനെയല്ലേ? ഇല്ല ഇല്ല ഇല്ല. LWA എന്ന് പറഞ്ഞാൽ ലീവ് വിത്തൗട്ട് അലവൻസ്, യാതൊരു അലവൻസും കിട്ടാത്ത ലീവ് എന്നർത്ഥം. അപ്പൊ സർവീസോ? അത് ഓരോന്നിന്റെ ലീവിന്റെ സ്വഭാവം പോലെ നിൽക്കും. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഓരോന്നും. ഈ സാധനങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങളുണ്ട്. അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ഇനി അടുത്തത് അപ്പൻഡിക്സ് 12C. അപ്പൻഡിക്സ് 12C അതെന്താ സംഭവം? ഭാര്യയോടൊപ്പം താമസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം താമസിക്കാൻ വേണ്ടി ലീവ് എടുത്തു പോകണം. വിദേശത്തുള്ള ഭർത്താവിനോടൊപ്പം താമസിക്കാൻ വേണ്ടി ഒരു ടീച്ചർക്ക് ലീവ് എടുത്തിട്ട് പോകണം. ഏത് ലീവിന് അപേക്ഷിക്കണം? അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള LWA അപേക്ഷിക്കണം. തൽക്കാലം ഒരു 10 ദിവസത്തേക്ക് അവിടെ പോയി വരുന്നതിനല്ല കേട്ടോ ഇത്. ദീർഘകാലം ഭർത്താവിനോടൊപ്പം താമസിക്കാനാണ് വിദേശത്ത് പോകുന്നതെങ്കിൽ കമ്മ്യൂട്ടർ ലീവോ ഹാഫ് പേ ലീവോ ഒന്നും അതിന് അനുവദിക്കില്ല. ഏത് ലീവ് തന്നെ എടുക്കണം? അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവ് തന്നെ എടുക്കണം. അപ്പൊ 12A എന്തിനായിരുന്നു? ഇടയ്ക്ക് ഞാൻ ചോദിക്കും, അപ്പൻഡിക്സ് 12A എന്തിനായിരുന്നു? ഇന്ത്യക്കകത്തോ പുറത്തോ ജോലി ചെയ്യാൻ പോകുന്നതിന് മാക്സിമം 5 വർഷം വരെ മെച്ചപ്പെട്ട ജോലി സ്വീകരിക്കാൻ വേണ്ടി അനുവദിക്കുന്നത്. അപ്പൻഡിക്സ് 12C ജോയിനിങ് സ്പൗസ് ആണ്. ജീവിത പങ്കാളിയോടൊപ്പം ദീർഘകാലം താമസിക്കുന്നതിന് വേണ്ടി ജോയിനിങ് സ്പൗസ് അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവ് എടുക്കണം. ഈ 3 ലീവും അനുവദിക്കേണ്ടത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അപ്പം തൊട്ട് മുമ്പേ ഉള്ളത് ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവ്. അത് അങ്ങ് മറന്നു പോരുത്. ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവ് LWA exceeding 180 days, സ്പെഷ്യൽ ഡിസാബിലിറ്റി, അപ്പൻഡിക്സ് 12B. 12B എന്തായിരുന്നു? കൂടുതൽ മികച്ച പഠനം, ക്വാളിഫിക്കേഷൻ, സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ നേടുന്നതിന് 2 വർഷം. എഡ്യൂക്കേഷന് വേണ്ടി പോകാൻ 2 വർഷത്തിൽ കുറവുള്ള സർവീസ് ഉള്ളവർക്ക്, 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ നേടാനാണ് LWA അപ്പൻഡിക്സ് 12B. ഇനി ലീവ് സാങ്ഷനിങ് അതോറിറ്റി, ഹെഡ് ഓഫ് ദ ഓഫീസ്. ഇങ്ങനെ ലീവ് സാങ്ഷനിങ് പവർ ഉള്ള ഹെഡ് ഓഫ് ദ ഓഫീസിന് അനുവദിക്കാവുന്ന ലീവുകൾ. ബാക്കി എല്ലാ ലീവും, ഏൺ ലീവ് എത്ര ദിവസമായാലും ഹെഡ് ഓഫ് ദ ഓഫീസിന് അനുവദിക്കാം. കമ്മ്യൂട്ടർ ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, LWA up to 120 days 120 ദിവസം വരെയുള്ള LWA. 121 ദിവസമായാൽ 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് 121 ദിവസമായാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. LWA 181 ദിവസമായാൽ 181 ആണല്ലോ ഗവൺമെന്റ്. 120 വരെ 120 വരെ ഹെഡ് ഓഫ് ദി ഓഫീസ്. ഹെഡ് ഓഫ് ദ ഓഫീസ്. അതേപോലെ മെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, പെറ്റേണിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്, ഈ പറഞ്ഞ
9 ലീവ് അനുവദിക്കേണ്ടതും ഹെഡ് ഓഫ് ദ ഓഫീസാണ്. ഏൺ ലീവ്, കമ്മ്യൂട്ടർ ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് നോട്ട് ലീവ്, LW up to 120 days, മെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, പെറ്റേണിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്. ഈ പറഞ്ഞ എല്ലാ ലീവും അനുവദിക്കേണ്ടത് ഹെഡ് ഓഫ് ദ ഓഫീസാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സിൽ ഇത് ആവർത്തിക്കുമല്ലോ അല്ലെ? ഇല്ല, ആവർത്തിക്കില്ല, തുടരും, തുടരേ ഉള്ളൂ അല്ലെ? എന്നുവെച്ചാൽ നോട്ട് പൂർണ്ണമല്ല എഴുതിയെടുക്കുന്നത് കൊണ്ട്. ഈ വീഡിയോ നാളെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, ഇന്നലത്തതും ഉണ്ടാവും. ഇന്നത്തെ ഉണ്ട്, ഓൾറെഡി ഉണ്ട് ഇപ്പോ. അതെങ്ങനെയാ കയറേണ്ടത്? അല്ലെന്ന്, ആ ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്ക് തന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് യൂട്യൂബിൽ ഓപ്പൺ ആയി വരും. ഇന്നലത്തെ ക്ലാസ്സും കിട്ടും, വീണ്ടും കിട്ടും. അതെ. ഓക്കെ സാർ. അപ്പോ ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിക്കേണ്ട ലീവ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ എനിക്കൊരു സംശയം, മെറ്റേണിറ്റി ലീവ് ആരാ അനുവദിക്കേണ്ടത്? ഹെഡ് ഓഫ് ദി ഓഫീസ്. ഹെഡ് ഓഫ് ദ ഓഫീസാണ് അനുവദിക്കേണ്ടത്. 200 ദിവസം വരെ LW അനുവദിക്കണം. 200 ദിവസം വരെ ഗവൺമെന്റ് ആണ്. ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കേണ്ടത് ആരാണ്? ഹെഡ് ഓഫ് ഓഫീസ്. ഹെഡ് ഓഫ് ദി ഓഫീസ്. 200 ദിവസത്തെ ഹാഫ് പേ ലീവ് അനുവദിക്കണം. ആരാണ്? ഹെഡ് ഓഫ് ഓഫീസ്. ഗവൺമെന്റ്. 200 ദിവസത്തെ ഹാഫ് പേ ലീവ് അനുവദിക്കണം. ഹാഫ് പേ ഹെഡ് ഓഫ് ദി ഓഫീസ്. 200 ദിവസത്തെ ഹാഫ് പേ ലീവ് ഗവൺമെന്റ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് 200 ദിവസം ഗവൺമെന്റ്. ഹെഡ് ഓഫ് ദ ഓഫീസ്. ഹെഡ് ഓഫ് ദ ഓഫീസ്. ഹെഡ് ഓഫ് ദ ഓഫീസ്. ഞാനൊന്ന് ഉറപ്പിച്ച് ചോദിച്ചപ്പോ തെറ്റി. ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു. ഹാഫ് പേ മുഴുവൻ അനുവദിക്കേണ്ടത് ദിവസമായാലും ഹാഫ് പേ ലീവ് അനുവദിക്കാൻ നമ്മള് ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവ് പറഞ്ഞു. ഇതിൽ എവിടെയാ ഹാഫ് പേ ലീവ് അനുവദിക്കാൻ ഗവൺമെന്റ് മുഴുവൻ ഓഫീസാണ്. ഇവിടെ 180 ദിവസത്തിൽ കൂടുതൽ പറഞ്ഞത് LWAക്ക് മാത്രമാണ്. പലപ്പോഴും ഞാൻ അങ്ങനെ ചോദിച്ചതിനാന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ തെറ്റിട്ട് പറയും. സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, സാറേ എന്റെ സ്കൂളിലെ ടീച്ചർക്ക് ഒരു 200 ദിവസത്തെ ഹാഫ് പേ ലീവ് അനുവദിക്കണം എന്ന് അപേക്ഷ തന്നിട്ടുണ്ട്, അവർ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, ഈ ലീവ് ഞാൻ ആർക്കാണ് അയക്കേണ്ടതെന്ന് ആദ്യം ചോദിക്കുന്നത്. ഹെഡ് മാഷ്ക്ക് തന്നെ ചെയ്യാം. സംഗതി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ട് ഹെഡ് മാഷ്, പക്ഷെ ഇതാണ് ഈ പ്രാക്ടിക്കൽ പറ്റുന്നില്ല. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്യാൻ പോകുന്ന അധ്യാപികമാരും അധ്യാപകന്മാരും ഒക്കെ ഒരു 400 ഹാഫ് പേ ലീവ് ഒക്കെ ഉള്ളവരൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് അവസാനം ഒന്നിച്ച് ഒരു വർഷം മുഴുവൻ 10 മാസത്തേക്കൊക്കെ ലീവിന് അപേക്ഷിക്കുന്നവരുണ്ട്. അപ്പം ഹെഡ് മാഷ്ക്ക് പേടിയാവാൻ തുടങ്ങി, ഇത് എവിടെയാണ് അയക്കേണ്ടത്, ഇത് എങ്ങനെയാണ് സാങ്ഷൻ ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ? ഹാഫ് പേ ലീവ് അത് എത്ര ദിവസമായാലും ഹെഡ് ഓഫ് ദ ഓഫീസിന് അനുവദിക്കാം. ഓക്കെ, ഓക്കെ സാർ. ശരി, അങ്ങനെയാണെങ്കിൽ പറയൂ. ലീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു two. Classified into two.
ഒന്ന് ഓർഡിനറി ലീവ്. ഓർഡിനറി പറഞ്ഞോ, ordinary leave. രണ്ടാമത്തത് സ്പെഷ്യൽ ലീവ്. special leave. സ്പെഷ്യൽ ലീവ്. Special leaves. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഓർഡിനറി ലീവ്സ്? Earned leave, ഓർഡിനറി ലീവ്സ്? earned leave, half a leave, casual leave, leave not due, leave without allowance. ഏൺ ലീവ്. ഒന്ന് ഏൺ ലീവ്, ഈ എന്ന് ചുരുക്കി പറയാം. ഒന്ന് ഏൺ ലീവ്. രണ്ടാമത്തത് Half a leave. മൂന്നാമത്തത് Commuted leave. കമ്മ്യൂട്ടഡ് ലീവ്. നാലാമത്തത് Leave not due. നോട്ട് ഡ്യൂ, ലീവ് നോട്ട് ഡ്യൂ. അഞ്ചാമത്തത് And the last one, leave LWA. LWA, ലീവ് വിത്തൗട്ട് അലവൻസ്. ഇതാണ് ഒരു ജീവനക്കാർക്ക് അനുവദിക്കുന്ന ഓർഡിനറി ലീവ്സ്. ഇനി അടുത്തത് സ്പെഷ്യൽ ലീവ്സ് ആണ്. Special leave. സ്പെഷ്യൽ ലീവ്സ്. സ്പെഷ്യൽ ലീവ്സ് ഏതൊക്കെയാണ്? Maternity leave, paternity leave, special disability leave, സ്പെഷ്യൽ disability leave, child adoption leave, സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്. രണ്ടാമത്തത് maternity leave, maternity leave, paternity leave, അത് ഇവിടെ തന്നെ പറയാം. മെറ്റേണിറ്റി ലീവ്, hospital leave, ഹോസ്പിറ്റൽ ലീവ്, child adoption leave, അഞ്ചാമത്തത് child adoption leave, ചൈൽഡ് അഡോപ്ഷൻ ലീവ്. പെറ്റേണിറ്റി ലീവ് ഉണ്ട് സാർ. paternity leave എഴുതി. ഈ എന്ന് ഞാൻ ചുരുക്കി എഴുതി. പെറ്റേണിറ്റി ലീവ്. 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സും. ഇനി അടുത്ത നമ്മൾ നോക്കിയ എന്തായിരുന്നു? Leave sanctioning authorities. യെസ്, ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ്. ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ്. ലീവ് സാങ്ഷനിങ് അതോറിറ്റീസ്. ഒന്ന് ഗവൺമെന്റ്. ഒന്ന് ഗവൺമെന്റ്. ഗവൺമെന്റ് അനുവദിക്കേണ്ട ലീവുകൾ Leave without allowance exceeding 180 days. exceeding 180 days. രണ്ടാമത്തത് Special disability leave. രണ്ടാമത്തത് സ്പെഷ്യൽ Disability ലീവ്. സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്. നാലാമത്തത് LWA, Appendix 12B. അപ്പൻഡിക്സ് 12B. 12B. ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യേണ്ട ലീവ് ഈ 3 എണ്ണം. അടുത്തത് Head of the department. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. Head of the department. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവുകൾ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ട ലീവുകൾ. LWA exceeding 120 days and up to 180 days. Exceeding 120 days. Up to 180 days. 180 days. രണ്ടാമത്തത് Appendix 12A. LWA Appendix 12A. 12A. LWA Appendix 12C. LWA Appendix 12C. Okay. ഇനി ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിക്കേണ്ട ലീവ് 120 ദിവസം വരെയുള്ള LWA. ഹെഡ് ഓഫ് ദ ഓഫീസ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് വായിച്ചില്ല. ഹെഡ് ഓഫ് ദ ഓഫീസ്, ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിക്കേണ്ട ലീവ്
on leave, commuter leave, half pay leave, leave notice. 120 ദിവസം വരെയുള്ള LWAയും paternity, half pay leave, leave not due, LWA leave without allowance up to 120 days, LWA up to 120 days. maternity leave, Then maternity leave, paternity leave, child adoption leave, child adoption leave, child hospital leave. leave, hospital leave, hospital leave. ഹോസ്പിറ്റൽ ലീവ്. ഇത്രയും ലീവുകളാണ് ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിക്കേണ്ട ലീവുകൾ. സാറേ നമ്മളെ ആ കമ്മ്യൂട്ടർ ലീവ് എടുക്കാൻ വേണ്ടി HM അടുത്ത് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ സാർ അതിപ്പം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അനുവദിക്കാൻ പറ്റില്ല എന്ന് ആൾക്ക് പറയാം. കാരണം ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് എന്നാണ് റൂൾ 65 പറയുന്നത്. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. ലീവ് അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനുമുള്ള അധികാരം ലീവ് സാങ്ഷനിങ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. പക്ഷേ എന്തുണ്ട്, അങ്ങനെ ലീവ് ഒരാൾക്ക് നിഷേധിക്കുന്നത് പബ്ലിക് സർവീസിന് അദ്ദേഹത്തിന്റെ സേവനം അത്യാവശ്യമുള്ള ഒരു സമയത്ത് മാത്രമാവണം. നോർമൽ കേസിൽ ഒരാൾക്ക് ലീവ് ഉണ്ടെങ്കിൽ ലീവ് അനുവദിക്കണം. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഹിന്ദി പരീക്ഷ നടക്കുകയാണ്. ഒരു UP സ്കൂൾ ഹിന്ദി പരീക്ഷ നടക്കുകയാണ്. അന്ന് ആ ഒരു ഹിന്ദി അധ്യാപിക അന്നത്തെ ഒരു ദിവസം ലീവ് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഹെഡ് മാഷ് പറയുന്നു ഇന്ന് ലീവ് അനുവദിക്കാൻ പറ്റില്ല. കാരണം ആ ഹിന്ദി പരീക്ഷ നടക്കുമ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് പരീക്ഷാ സംബന്ധമായ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജെന്യൂൻ. കാരണം അവരുടെ അന്നത്തെ സേവനം പബ്ലിക് സർവീസസിന് ആവശ്യമാണ്. ഇനി അതല്ല, ഒരു 25 പേര് ജോലി ചെയ്യുന്ന ഒരു സ്കൂളില് ഒരു അധ്യാപിക 5 ദിവസത്തെ കമ്പ്യൂട്ടർ ലീവ് ചോദിച്ചു. അത് കൊടുക്കില്ല എന്ന് HM പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവർ 5 ദിവസം ലീവ് എടുത്തുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. പബ്ലിക് സർവീസിന് അന്നൊരു കുഴപ്പം പറ്റുന്നില്ല. ഇനി 4 പേര് മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഓഫീസ്, ആകെ 4 or 5 പേരേ ഉള്ളൂ. ഹെഡ് ഓഫ് ദ ഓഫീസ് ഉൾപ്പെടെ 5 പേർ. ഒരു ദിവസം വൈകിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് പറയാണ് നാളെ ഞാനും ലീവാണ്, മറ്റേയാളും ഞാനും ലീവ്, മറ്റേയാൾ പറയുന്നത് ഞാനും ലീവ്. ഹെഡ് ഓഫ് ദ ഓഫീസ് മാത്രമേ അന്നുണ്ടാവൂ. അയാൾ പറയുന്നത് പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഒരു പബ്ലിക് സർവീസിന് ഒരാളുടെ സേവനം അത്യാവശ്യമായി വരുന്ന ഘട്ടമുണ്ട്. അപ്പൊ ഹെഡ് ഓഫ് ദ ഓഫീസിന് എന്ത് ചെയ്യാം, അതില് ആ ഓഫീസിന്റെ പ്രവർത്തനം ഒരുവിധ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എത്ര ആളെ വേണം, അതും കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ലീവ് അനുവദിക്കാം, മറ്റുള്ളവർക്ക് ലീവ് നിഷേധിക്കാം. അല്ലാതെ റൂൾ 65 ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞത് ഒരു ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണമല്ല. ക്ലിയർ? ഓക്കെ, ഒരു സംശയം. ഈ കമ്മ്യൂട്ടർ ലീവിന്റെ അപേക്ഷ എത്ര ദിവസം മുന്നേ തരണമെന്നുണ്ടോ? അങ്ങനെ എന്ത് കണക്കുണ്ടോ? മുൻകൂട്ടി തരണമെന്ന് റൂളില് നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല. കമ്മ്യൂട്ടർ ലീവ് അപേക്ഷ അല്ലെങ്കിൽ ഏത് ലീവ് അപേക്ഷ, കാഷ്വൽ ലീവ് അല്ലാത്ത മറ്റൊരപേക്ഷയും മുൻകൂട്ടി തരണമെന്ന് നേരിട്ട് റൂൾ പറഞ്ഞിട്ടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ റൂൾ 65 തന്നെ. ഒരാളുടെ ലീവ് അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ ഒരാൾക്ക് പബ്ലിക് സർവീസിന് കുഴപ്പമില്ലാത്ത രീതിയിൽ അനുവദിക്കാനും, ഇനി പബ്ലിക് സർവീസിന് കുഴപ്പം കാണുകയാണെങ്കിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലീവ് മുൻകൂട്ടി കൊടുക്കണ്ടേ? ലീവ് എടുത്തു കഴിഞ്ഞിട്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പൊ ചില ഘട്ടങ്ങളിൽ ലീവ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ കഴിയുന്ന എല്ലാ ആവശ്യങ്ങൾക്കും മുൻകൂട്ടി ലീവ് കൊടുക്കണം.
ഇനി അതല്ല, ഒരു ദിവസം രാവിലെ പുറപ്പെടുമ്പോൾ നേരത്തെ ആരോ പറഞ്ഞതുപോലെ സ്കൂട്ടറിന് വീണ് അപകടം പറ്റി ആശുപത്രിയിൽ എടുക്കാൻ പോകുമ്പോൾ അതല്ല ഞാൻ ലീവ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആദ്യം ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോ, അവിടുന്ന് ലീവ് കൊടുത്തിട്ട് ആശുപത്രി പോവാന്ന് പറയണോ? പറയണ്ട. നേരെ ആശുപത്രി പോ, ലീവ് അപേക്ഷ പിന്നീട് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെയായിരിക്കാം റൂളിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല മുൻകൂട്ടി ലീവ് അപേക്ഷ തരണമെന്ന്. പക്ഷേ കാഷ്വൽ ലീവിന്റെ കാര്യത്തിൽ റൂളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാഷ്വൽ ലീവിനുള്ള അപേക്ഷ മുൻകൂട്ടി കൊടുത്ത് അതിന്റെ മുകളിൽ ഉത്തരവാകണം. ഈ പറഞ്ഞ ഓർഡിനറി ലീവ്സിന് മുൻകൂട്ടി കൊടുക്കണമെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അപ്രധാനമായ ആവശ്യങ്ങൾക്കുള്ള ലീവുകളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആവശ്യങ്ങൾക്കുള്ള ലീവുകളൊക്കെ മുൻകൂട്ടി കൊടുക്കണം. അപ്രതീക്ഷിതമായി വരുന്നതിന് മുൻകൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ.